പോലീസിനെ ഏപ്രിൽ ഫുൾ ആക്കാൻ ശ്രമിച്ച വയോധികനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം കാരിക്കോടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. കാരിക്കോട് സ്വദേശിയായിട്ടുള്ള ഗംഗാധരൻ നായർ എന്ന 67 വയസ്സുകാരനെതിരെയാണ് വെള്ളൂർ പോലീസ് കേസെടുത്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഫയർഫോഴ്സിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് വിരമിച്ച വ്യക്തിയാണ് ഈ ഗംഗാധരൻ നായർ എന്നുള്ളതാണ്. പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സേനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗൗരവമൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ കബളിപ്പിച്ചിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഏപ്രിൽ 1-ാം തീയതി പുലർച്ചെ ഏതാണ്ട് 2:15 കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ലഭിക്കുന്നത്. കാരിക്കോട് സ്വദേശിയായ ഗംഗാധരൻ നായരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. തൻ്റെ വീടിന് നേരെ തുടർച്ചയായി ആരോ കല്ലെറിയുകയാണ്, എത്രയും വേഗം പോലീസ് എത്തണം എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. താനും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്, സഹായത്തിന് പോലും ആരുമില്ല എന്നും എത്രയും വേഗം ഓടിയെത്തണമെന്നും വളരെ പരിഭ്രാന്തനായാണ് ഇദ്ദേഹം പോലീസിനോട് സംസാരിച്ചത്. ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എത്രയും വേഗം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് വെള്ളൂർ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആ സ്ഥലത്തേക്ക് എത്തിയത്. പ്രദേശത്തെത്തിയതിന് ശേഷം വീടിൻ്റെ ലൊക്കേഷൻ ചോദിക്കുന്നതിന് വേണ്ടി വീണ്ടും ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം വളരെ കൃത്യമായി തന്നെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗംഗാധരൻ നായരുടെ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് ഇദ്ദേഹം പോലീസിനോട് പറയുന്നത്, ഇന്ന് ഏപ്രിൽ ഫുള്ളാണ്, നിങ്ങളെ ഞാനൊന്ന് ഫുൾ ആക്കിയതാണ് എന്ന് ഇദ്ദേഹം പോലീസിനോട് പറയുകയായിരുന്നു. അതുമല്ല, ഇദ്ദേഹം ചോദിച്ചത്, ഇന്നൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചാൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കുമോ? ഇങ്ങനെ ഒരു ഫോൺ വന്നാൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ ഓടിയെത്തുമോ എന്നും ഇദ്ദേഹം പോലീസിനോട് ചോദിക്കുകയായിരുന്നു. എന്താണെങ്കിലും പോലീസ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കൂടി മാനിച്ചായിരിക്കാം കൂടുതൽ മറുപടികളൊന്നും പറയാതെ അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസമാണ് ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ പോലീസിനെ ഫുൾ ആക്കാൻ ശ്രമിച്ച ഗംഗാധരൻ നായർക്ക് പിന്നീട് 8ന്റെ പണി തന്നെ കിട്ടിയെന്ന് പറയാം. ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. രാവിലെയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഗംഗാധരൻ നായരെ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിച്ചു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. പോലീസിനെ കബളിപ്പിച്ചതിനാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി കേസെടുത്തതിന് ശേഷം ഇദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള സേനകളെ കബളിപ്പിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായ കാര്യമാണ്. 6 മാസം തടവും അല്ലെങ്കിൽ 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ്. കാര്യം ഫയർഫോഴ്സിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് വിരമിച്ച ഒരു വ്യക്തി ഈ സേനകളെക്കുറിച്ചും ഇവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തമാശയ്ക്കാണെങ്കിൽ പോലും ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്താണെങ്കിലും ആ 67-കാരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ കാരിക്കോട് സ്വദേശിയായിട്ടുള്ള ഗംഗാധരൻ നായർക്കെതിരെയാണ് വെള്ളൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പോലീസിനെ ഒന്ന് ഫുള്ളാക്കാൻ നോക്കിയ ഗംഗാധരൻ നായർ ഇപ്പോൾ സ്വയം ഫുള്ളായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.